നീ ജോലി സാറിനോട് നന്ദി പറയടാ. ഈയിടെ ഇറങ്ങിയ തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രത്തിലെ ഡയലോഗാണിത്. ഈ ഡയലോഗ് രംഗത്ത് അവതരിപ്പിച്ചത് പ്രകാശ് വർമ്മ എന്ന പുതുമുഖ നടനാണ്. ഇന്ന് ഈ അധ്യായത്തിൽ ഞാൻ പറയുന്നതും അദ്ദേഹത്തെ കുറിച്ചാണ്. അജിത് കുമാർ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ST കോളേജിൽ പ്രൊഫസറായിരുന്ന രവീന്ദ്രനാഥ് വർമ്മയുടെയും മട്ടാഞ്ചേരി ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന വത്സലയുടെയും മകനായി ആലപ്പുഴയിലാണ് പ്രകാശ് വർമ്മ ജനിക്കുന്നത്. പ്രകാശ് വർമ്മ പഠിക്കുന്നതും ST കോളേജിൽ തന്നെയാണ്. ST കോളേജിൽ ബിരുദമെടുത്ത ശേഷം സിനിമാ മോഹവുമായി പല സംവിധായകരെയും അദ്ദേഹം സമീപിക്കുകയാണ്. സത്യനന്ദിക്കാട്, ഭരതൻ, ലോഹിതദാസ് ഇവരെല്ലാം അദ്ദേഹം സമീപിച്ചെങ്കിലും അദ്ദേഹത്തിന് ആരും അവസരം കൊടുത്തില്ല. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി സ്വീകരിച്ചു. ആ ജോലി സ്വീകരിച്ചെങ്കിലും അദ്ദേഹം അത് തൃപ്തിയോടെയല്ല അതിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും അവധി ദിവസങ്ങളിൽ സംവിധായകരെ കണ്ട് അവസരങ്ങൾ ചോദിക്കുമായിരുന്നു. അങ്ങനെ വിജയ് തമ്പിയുടെ പടത്തിൽ അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുകയാണ്. വിജയ് തമ്പി അവസരം കൊടുക്കുവാനും ഒരു കാരണമുണ്ട്. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അനുജനാണ് ജഗന്നാഥ് വർമ്മ. ജഗന്നാഥ് വർമ്മയുടെ മകളുടെ ഭർത്താവാണ് വിജയ് തമ്പി. അങ്ങനെ ആ ബന്ധത്തിന്റെ പേരിലാണ് അവസരം കൊടുക്കുന്നത്. സിനിമാ പ്രവേശനം എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ പ്രകാശ് വർമ്മ ബാംഗ്ലൂരിൽ നിർവാണ എന്ന പേരിൽ ഒരു പരസ്യ കമ്പനി സ്ഥാപിക്കുകയാണ്. ആ പരസ്യ കമ്പനിയിൽ ധാരാളം ശ്രദ്ധേയമായ പരസ്യങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. ആ പരസ്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സ്നേഹ അയ്യപ്പനെയാണ് അദ്ദേഹം ഭാര്യയായി സ്വീകരിച്ചത്. 3 കുട്ടികളുമുണ്ട്. ഇദ്ദേഹത്തിന്റെ പരസ്യം വളരെ ജനശ്രദ്ധ ആകർഷിച്ചതാണ്. പരസ്യ ചിത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ശൈലി വേണമെന്ന് നിർബന്ധമുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പ്രകാശ് വർമ്മ. അതിന് ഉത്തമ ഉദാഹരണമാണ് ഹച്ച് എന്ന കമ്പനിക്ക് വേണ്ടി പഗ് എന്ന നായിക്കുട്ടിയെ ഉപയോഗിച്ച് ചെയ്ത പരസ്യം. അത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. അത് ഏറെ ജനശ്രദ്ധ നേടിയ ഒരു പരസ്യം തന്നെയായിരുന്നു. ആ പരസ്യത്തിലൂടെയാണ് പഗ് എന്ന നായിക്കുട്ടി നമ്മുടെ മലയാളികളുടെ ഇടയിൽ സുപരിചിതമായത്. അതിനുശേഷം വോഡാഫോണിന് വേണ്ടി ചെയ്ത സുസൂം സീരീസും കേരള ടൂറിസത്തിന്റെ വിവിധ പരസ്യങ്ങളും വളരെ ശ്രദ്ധേയമായി. കാഡ്ബറി, കൊക്കക്കോള, ഐഫോൺ ഈ പരസ്യങ്ങളും എല്ലാം ഇദ്ദേഹത്തിൻ്റെതാണ്. നസ്രിയയും ഫഹദ് ഫാസിലും പങ്കെടുത്ത ഐസ്ക്രീമിന്റെ ഒരു പരസ്യം, അതിലെ സംവിധാനവും നിർമ്മാണവും വഹിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു. ലാൽ ജോസ് സംവിധാനം ചെയ്ത 7 സുന്ദര രാത്രികൾ എന്ന ചിത്രത്തിൽ പരസ്യ പ്രചാരണത്തിന്റെ ഭാഗമായി ഒരു ഗാനവും സംവിധാനം ചെയ്തത് പ്രകാശ് വർമ്മയാണ്. തരുൺമൂർത്തിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഈ വില്ലൻ വേഷം പുതിയൊരു നടനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം തമിഴും തെലുങ്കിലും ഒക്കെ ആൾക്കാരെ അന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല. അവസാനം പ്രകാശ് വർമ്മയിലോട്ട് എത്തുകയായിരുന്നു. പ്രകാശ് വർമ്മ ഈ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇത് ധാരാളം ഡെപ്ത് ഉള്ള ഒരു വേഷമാണ്, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ, ഞാൻ വരാൻ തയ്യാറാണ്. അങ്ങനെയാണ് തരുൺമൂർത്തി പ്രകാശ് വർമ്മയെ കാസ്റ്റ് ചെയ്തത്. റാന്നി പെരുന്നാൾ CI ആയി തുടരുന്ന ചിത്രത്തിൽ പ്രകാശ് വർമ്മ അത്യുഗ്രമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് അസാധ്യമായിരുന്നു. ചില രംഗങ്ങളിലെല്ലാം എനിക്ക് NF വർഗീസിനെ ഓർമ്മ വന്നു അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ. മോഹൻലാലിന് ഒപ്പത്തിനൊപ്പം നിന്ന ഒരു വില്ലനായിരുന്നു. ആദ്യമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നതെന്ന് ഈ ചിത്രം കണ്ട് ആർക്കും തോന്നുകയില്ല. കൊണ്ട് ഡയലോഗ് പറഞ്ഞ് ക്രൂരനായ വില്ലനായി അദ്ദേഹം ചിത്രത്തിൽ നിറഞ്ഞാടി. 25 വർഷങ്ങൾക്ക് മുമ്പ് ഡയറക്ടേഴ്സ് ആരെങ്കിലും അദ്ദേഹത്തിന് അവസരം കൊടുത്തിരുന്നെങ്കിൽ നല്ലൊരു നടനെ നമുക്ക് മുമ്പേ ലഭിക്കുമായിരുന്നു. ഇന്ന് ഈ ചിത്രം കാണുമ്പോൾ പഴയ ഡയറക്ടേഴ്സിന് കുറ്റബോധം തോന്നാനിടയുണ്ട്. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ സുഹൃത്തായ രാജാ ശ്രീകുമാർ വർമ്മയെ വിളിക്കുകയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് പ്രകാശ് വർമ്മയുടെ നമ്പർ കിട്ടിയത്. അങ്ങനെ പ്രകാശ് വർമ്മയെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു.